Theories of language development. During the first half of 20th century, researchers identified language milestones that apply to language around the globe. ഇത്രേ പറയുന്നുള്ളൂ. 20th സെഞ്ച്വറി ആയപ്പോൾ തന്നെ ഈ ലാംഗ്വേജ് അക്വയർ ചെയ്യുന്നൊരു സമയമുണ്ടല്ലോ, അത് ഒരു എന്താ പറയുന്നത് ഓൾ ഓവർ ദ വേൾഡിൽ അത് ഒരുപോലെയാണെന്ന് റിസർച്ചേഴ്സിന് മനസ്സിലായി. അതായത് പിള്ളേർ ബാബ്ലിങ് എന്ന് പറയുന്നൊരു ഫേസ് ഉണ്ട്. പിള്ളേർ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരിത്. അവർ ഫസ്റ്റ് വേർഡ് പറയുന്നത് 1 വയസ്സാകുമ്പോഴാണ്. അവരുടെ വെക്കാബുലറി ഇൻക്രീസ് ആവുന്നത് 4 തൊട്ട് 5 വയസ്സ് വരെ. ഒരു ഗ്രമാറ്റിക്കൽ കൺസ്ട്രക്ഷൻസ് അവർ നടത്താൻ തുടങ്ങും. ഇങ്ങനെയുള്ള കുറച്ച് കോമൺ എന്താ പറയുന്നത് ഡെവലപ്മെൻറ്റ്സ് കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടാക്കുമെന്ന് റിസർച്ചേഴ്സിന് മനസ്സിലായി. അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് തിയറീസ് ഉണ്ട്. അതിലൊന്നാണ് നേറ്റിവിസ്റ്റിക് പേഴ്സ്പെക്റ്റീവ്. അതിനൊരു 3 എക്സാമ്പിൾസ് നമ്മൾ പറയുന്നുണ്ട്. അതായത് നേറ്റിവിസ്റ്റിക് പേഴ്സ്പെക്റ്റീവിനെ പ്രൂവ് ചെയ്യുന്നത് ആനിമൽസിനെ നമുക്ക് ലാംഗ്വേജ് പഠിപ്പിക്കാമെന്നും ലാംഗ്വേജ് ഏരിയാസ് ബ്രെയിനിലുണ്ടെന്നും സെൻസിറ്റീവ് പീരീഡ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടെന്നും പറഞ്ഞാണ് നമ്മൾ നേറ്റിവിസ്റ്റിക് പേഴ്സ്പെക്റ്റീവിനെ നമ്മൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ലിമിറ്റേഷൻസ് നമ്മൾ പഠിക്കും. പിന്നെ ഒരു ചെറിയൊരു കോൺസെപ്റ്റ് വില്യം സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കും. പിന്നെ ഇൻട്രാക്ഷനിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്. അപ്പോൾ നേറ്റിവിസ്റ്റിക് പേഴ്സ്പെക്റ്റീവ്, ഇൻട്രാക്ഷനിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറീസ്, അതുപോലെ തന്നെ സോഷ്യൽ ഇൻട്രാക്ഷനിസ്റ്റ് തിയറീസ്. ഇത്രയും കോൺസെപ്റ്റ്സാണ് നമുക്ക്. ഇതൊരു എസ്സേ ക്വസ്റ്റ്യനാണ്, തിയറീസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ സമയം കളയാതെ നമുക്ക് വേഗം പഠിക്കാം. ഒന്നാമത്തേതാണ് നേറ്റിവിസ്റ്റിക് പേഴ്സ്പെക്റ്റീവ്. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ആരാണ്? നോം ചോംസ്കിയുടെ തിയറി പഠിച്ചിട്ടുണ്ട്. നോം ചോംസ്കിയുടെ 2 കാര്യങ്ങളാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഈ കോൺസെപ്റ്റ് പറയുമ്പോൾ തന്നെ. ഒന്നാണ് ലാഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, LAD ലാഡും. രണ്ടാമത്തേതാണ് യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. ഓക്കെ, അപ്പം അന്നത് പഠിച്ചപ്പോൾ നിങ്ങൾക്ക് പാടായിട്ട് തോന്നിയിട്ടുള്ളവർ ഇത്രയും ഓർത്താൽ മതി. നേറ്റിവിസ്റ്റ് തിയറി പറയുന്നത് എല്ലാ മനുഷ്യരിലും ലാംഗ്വേജ് എന്ന് പറയുന്ന ആ ഒരു കപ്പാസിറ്റി ഇല്ലേ, അതായത് ഭാഷ പഠിക്കാനുള്ളൊരു കപ്പാസിറ്റി ഇനീറ്റ് ആണെന്നാണ് പറയുന്നത്. അതായത് ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ലാംഗ്വേജ് പഠിക്കാനുള്ളൊരു കപ്പാസിറ്റിയുമായിട്ട് നമ്മൾ ജനിച്ചിട്ടുണ്ട് എന്നാണ് ഈ തിയറിസ്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രപ്പോസ് നേറ്റിവിസ്റ്റ് തിയറി ദാറ്റ് റിഗാർഡ്സ് ലാംഗ്വേജ് ആസ് എ യുണീക്ക് ഹ്യൂമൻ അക്കംപ്ലിഷ്മെൻറ്റ് എച്ച്ഡ് ഇൻ ടു ദ സ്ട്രക്ചർ ഓഫ് ദ ബ്രെയിൻ. അതായത് നമ്മുടെ ഉള്ളിൽ തന്നെ ബ്രെയിൻ സ്ട്രക്ചറിൽ തന്നെ നമുക്ക് ഈ ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് എന്താ പറയുന്നത്, അതുകൊണ്ടാണ് ഈ കുഞ്ഞു പിള്ളേരൊക്കെ വലിയ സെൻറ്റൻസൊക്കെ പഠിക്കില്ലേ. ചോംസ്കി റീസൺ ദാറ്റ് ദ റൂൾസ് ഓഫ് സെൻറ്റൻസ് ഓർഗനൈസേഷൻസ് ആർ ടു കോംപ്ലെക്സ് ടു ബി ഡയറക്റ്റ്ലി ടോട്ട് ടു യങ് ചിൽഡ്രൻ. അപ്പോൾ പിള്ളേർക്ക് നമ്മൾ അതുകൊണ്ടാണ് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് പഠിക്കാൻ പറ്റുന്നത്. സോ ഇങ്ങനെ നമ്മളെല്ലാവരും ഇനീറ്റായിട്ടൊരു ലാംഗ്വേജ് പഠിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസുമായിട്ട് ഉണ്ടാകുന്നു എന്ന് പറയുന്നതാണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ഓക്കെ, ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു സിസ്റ്റമായിട്ടാണ് നമ്മൾ പറയില്ലേ, നമ്മൾ മെമ്മറി കാർഡ് ഫോണിലുള്ളതുകൊണ്ട് നമുക്ക് സ്റ്റോറേജ് ഉണ്ടാവുമെന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഡിവൈസുമായിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. ഈ ഡിവൈസാണ് നമ്മളെ ലാംഗ്വേജ് അക്വയർ ചെയ്യാൻ സഹായിക്കുന്നതെന്ന് പറയുന്നു. സോ ദാറ്റ് ഈസ് എൻ ഇനേറ്റ് സിസ്റ്റം ദാറ്റ് പെർമിറ്റ്സ് ടു അക്വയർ സഫിഷ്യൻറ്റ് വെക്കാബുലറി. ഇതാണ് നമ്മളെ ലാംഗ്വേജ് പഠിപ്പിക്കാൻ സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഈ ലാഡാണ് നമ്മളിൽ ഒരു യൂണിവേഴ്സൽ ഗ്രാമർ ഉണ്ടെന്നാണ് പറയുന്നത്. എ ബിൽറ്റ് ഇൻ സ്റ്റോർ ഹൗസ് ഓഫ് റൂൾ. അതായത് എല്ലാ ലാംഗ്വേജിലും, ഈ ലോകത്തുള്ള എല്ലാ ലാംഗ്വേജിനും കുറച്ച് കോമൺ ഗ്രമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അത് ഇതിനെ പ്രൂവ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ യൂണിവേഴ്സൽ ഗ്രാമർ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടെന്നും ലാഡ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടെന്നുമാണ് ചോംസ്കി പറയുന്നത്. സോ ദിസ് ഈസ് ടു സേ ദാറ്റ് വി ആർ ബോൺ വിത്ത് എ സെറ്റ് ഓഫ് റൂൾസ് അബൌട്ട് ലാംഗ്വേജ് ഇൻ അവർ ഹെഡ്സ്. കണ്ടോ, നമ്മൾ തലയിൽ ഇങ്ങനെ കുറച്ച്, അതായത് ഗ്രമാറ്റിക്കൽ റൂൾസ് നോട് നമുക്കത് പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ, കാരണം ആ സാധനം കൊണ്ടാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. ആ റൂൾസിന് പുള്ളി പറയുന്ന പേരാണ് യൂണിവേഴ്സൽ ഗ്രാമർ. അപ്പോൾ ഇത്ര ഓർത്താൽ മതി, നമ്മളെല്ലാവരും ഒരു ചിപ്പുമായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ലാംഗ്വേജ് പഠിക്കാനുള്ളത്. ആ ചിപ്പിൻ്റെ പേരാണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ഇതാണ് നമുക്ക് ആ ചിപ്പിൻ്റെ അകത്തെന്ന് പറയുന്നത് റൂൾസുമായിട്ടാണ്, യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറയുന്ന കുറച്ചൊരു സ്റ്റോർ ഹൗസുമായിട്ടാണ് നമ്മളെല്ലാം ജനിച്ചിരിക്കുന്നത്. So
യങ് ചിൽഡ്രൻ യൂസ്. അപ്പോൾ ഈ ഒരു അറിവ്, അതായത് ഈ ഒരു ഗ്രമാറ്റിക്കൽ സാധനം ഉപയോഗിച്ചാണ് നമ്മളെല്ലാവരും പുതിയ പുതിയ വാക്കുകളും ഭാഷകളും ഒക്കെ പഠിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. സോ ലാഡ് എൻഷുവേഴ്സ് ദ ലാംഗ്വേജ്. അപ്പം ഈ ലാഡാണ് നിങ്ങളെ എന്താ പറയുന്നത്, എത്ര പാടുള്ള ഭാഷയാണെങ്കിലും അത് പഠിക്കാനും ഫാസ്റ്റായിട്ട് പഠിക്കാനും നമ്മളെ സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ പിള്ളേർക്ക് അതുകൊണ്ടാണ് പുതിയ പുതിയ വാക്കുകളൊക്കെ അവരുണ്ടാക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. സോ ഇതിനെല്ലാം എന്താ പറയുക, സപ്പോർട്ട് ചെയ്യുന്നത് ഈ കോൺസെപ്റ്റ്സാണ്. ഇതെന്താണെന്ന് മനസ്സിലാക്കുക, ഈ 2 വാക്കുകൾ പഠിക്കുക. ഇത് ഇനി എങ്ങനെയാണ് ഈ നേറ്റിവിസ്റ്റിക് തിയറി എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ളതാണ് ഇപ്പോൾ മിസ്സി പറഞ്ഞത്. ലൈക്ക് ഈവൻ ആനിമൽസ് ക്യാൻ ബി ടോട്ട് ലാംഗ്വേജ്. രണ്ടാമത്തേത്, നമ്മുടെ ബ്രെയിനിൽ തന്നെ ലാംഗ്വേജിനുള്ള ഒരു ലോക്കലൈസേഷൻ, അതായത് സ്പെഷ്യലൈസ്ഡ് ഏരിയാസ് ഉണ്ട്. അതുപോലെ തന്നെ സെൻസിറ്റീവ് പീരീഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പം ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മിസ് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ശരിക്കും നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി, പക്ഷേ മറ്റേതും കൂടെ പഠിച്ചാലേ ഉള്ളൂ നിങ്ങൾക്കത് എസ്സേ ആയിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്തത്, ക്യാൻ ആനിമൽസ് അക്വയർ ലാംഗ്വേജ്. അതാണ് ഒന്നാമത്തെ കാര്യം. പക്ഷെ നമ്മൾ പറഞ്ഞു ഭാഷ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും സ്റ്റഡീസ്, അതായത് ഡോൾഫിൻ, നമുക്കറിയാം തത്തേനെയും ഡോൾഫിനെയും ഒക്കെ നമുക്ക് ഭാഷ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ബട്ട് കോംപ്ലെക്സ് ആയിട്ടുള്ള ഭാഷകളൊന്നും അവരെ പഠിപ്പിക്കാൻ പറ്റാറില്ല. അതിൽ തന്നെ ഇവിടെ പറയുന്നത് ബൊണാബോ ചിപ്സ് എന്ന് പറയുന്നത് കുറച്ച് ചിമ്പാൻസീസ് ഉണ്ട്. അതിലൊരു ഈ ലാംഗ്വേജ് പഠിപ്പിച്ച വളരെ ബുദ്ധിമാനായ ഒരു ചിമ്പാൻസി ആയിരുന്നു കാൻസി എന്ന് പറയുന്ന ചിമ്പാൻസി. അതിനെ പഠിപ്പിച്ചു. പക്ഷേ ഈ പറയുന്ന പോലെ കുഞ്ഞു പിള്ളേരുടെ ലെവലിലുള്ള വെക്കാബുലറിയും അവരുടെ ഒരു ലാംഗ്വേജ് ഡെവലപ്മെൻറ്റുമാണ് ഇവർ കാണിച്ചത്. ഇവരൊരിക്കലും കോംപ്ലെക്സ് ലാംഗ്വേജ് കാണിച്ചിട്ടില്ല. സ്റ്റിൽ ഇവരെ കൊണ്ട് ഒരു ബേസിക് ലെവലിലുള്ള ലാംഗ്വേജ് അക്വയർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തേതാണ് ലാംഗ്വേജ് ഏരിയാസ്. വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ. നിങ്ങൾക്ക് എസ്സേ ചോദിച്ചില്ലെങ്കിലും എപ്പോഴും ഏതെങ്കിലുമൊക്കെ ഒരു എക്സാംസിന് ചോദിക്കുന്നത് 2 ഏരിയാസാണ് ലാംഗ്വേജിനുള്ളത്. ഏതൊക്കെയാണ്? കുറച്ച് പേർക്കറിയാം, അറിയത്തില്ല. അറിയാവുന്നവർ പറഞ്ഞോ ഏതൊക്കെയാണ്? ബ്രോക്കാസ് ഏരിയയും വെർണിക്കൽസ് ഏരിയയും. ബ്രോക്കാസ് ഏരിയയുടെ ഏരിയ ഫ്രോണ്ടൽ ലോബിലാണ്. ബ്രോക്കാസ് ഏരിയ ഈസ് ലൊക്കേറ്റഡ് ഇൻ ഫ്രോണ്ടൽ ലോബാണ്. അതാണ് നമ്മൾ ലാംഗ്വേജ് പ്രൊഡക്ഷന് സഹായിക്കുന്നത്. ഗ്രമാറ്റിക്കൽ പ്രോസസ്സിങ് ആൻഡ് ലാംഗ്വേജ് പ്രൊഡക്ഷൻ. ഒന്നോടെയും ബ്രോക്കാസ് ഏരിയ എവിടെ ഇരിക്കുന്നത്? ഫ്രോണ്ടൽ, ഫ്രണ്ടിൽ ഫ്രോണ്ടൽ ലോബും. അതാണ് നമ്മളെ ലാംഗ്വേജ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ വർത്തമാനം പറയാനും നമുക്ക് ഗ്രമാറ്റിക്കലി നമുക്ക് മനസ്സിലാക്കാൻ, ഗ്രാമർ മനസ്സിലാക്കാനും സഹായിക്കുന്നത്. ഇത് രണ്ടും ലെഫ്റ്റ് ഹെമിസ്ഫിയറിലാണെന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കറിയാം ഇപ്പോഴത്തെ സ്റ്റഡീസ് പറയുന്നത് ഇതിൻ്റെ ഇതുപോലെ തന്നെ എന്താ പറയുക, ലെഫ്റ്റ് ഹെമിസ്ഫിയറിൽ ഉണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കണക്റ്റിംഗ് ഏരിയ റൈറ്റിലും ഉണ്ടെന്ന് പറയുന്നു. സോ നമ്മുടെ ബുക്കിൽ ലെഫ്റ്റ് പറയുന്നു, അത് എഴുതിക്കോളൂ. അപ്പോൾ ബ്രോക്കാസ് ഏരിയ എവിടെയുള്ളത്? ഫ്രോണ്ടൽ ലോബിൽ, ലെഫ്റ്റ് ഹെമിസ്ഫിയറിലാണ് ഉള്ളത്. വെർണിക്കൽസ് ഏരിയ ഉള്ളത് ടെമ്പറൽ ലോബിലാണ്. ടെമ്പറൽ ലോബ് അത് ഓർക്കാൻ മിസ് ഒരു കാര്യം പറയാം. കോംപ്രിഹെൻഡിങ് ദ വേർഡ് മീനിങ് എന്ന് വെച്ചാൽ മനസ്സിലാക്കുവാണ്. മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കേൾക്കണം. കേൾക്കുന്ന സാധനമാണ് ടെമ്പറൽ ലോബ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പം ടെമ്പറൽ ലോബ് എന്ന് പറയുന്നത് കോംപ്രിഹെൻഡിങ് ദ വേർഡ് മീനിങ്ങും മറ്റേത് ലാംഗ്വേജ് പ്രൊഡക്ഷനുമാണ്. 2 കാര്യങ്ങൾ. ഇത് പഠിക്കാൻ വേണ്ടി മാത്രം മിസ് ഇപ്പം ഈ സ്ലൈഡ്സ് ഇവിടെ കാണിക്കുന്നത്. ഏതാണ്? നമ്മുടെ ബ്രെയിനിൽ ഓൾറെഡി എന്താ പറയുക, ലാംഗ്വേജ് പഠിക്കാനുള്ളൊരു കപ്പാസിറ്റി ഉള്ള 2 ബ്രെയിൻ ഏരിയാസാണ്, അല്ലെ ലാംഗ്വേജ് റിലേറ്റഡ് ബ്രെയിൻ ഏരിയാസാണ് ബ്രോക്ക ആൻഡ് വെർണിക്കൽസ്. ഒന്ന് ഫ്രോണ്ടലിലും മറ്റേത് ടെമ്പറലിലും ആണ് ഉള്ളത്. സോ ഇത് രണ്ടും മാത്രമാണ് ബ്രെയിൻ ഏരിയയിലെ ഫങ്ഷനിങ് നടത്തുന്നതെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റ് ബ്രെയിൻ ഫങ്ഷൻസും ബ്രെയിൻ ഏരിയാസും കൂടെ വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പം മിസ്സിൻ്റെ ഈ പിക്ചറിൽ, അടുത്തൊരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ? ഇതാണ് ഫ്രോണ്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ നെറ്റിയുടെ ആ ഭാഗമായിട്ട് വരും. അതിലുള്ളതാണ് ബ്രോക്കാസ് ഏരിയ, ആ ഒരു ചുമന്ന ഭാഗം. അതുപോലെ തന്നെ വെർണിക്കൽസ് ഏരിയ എന്ന് വെച്ചാൽ ഈ നീല കളറിൽ കാണുന്നതാണ് വെർണിക്കൽസ് ഏരിയ. അതെവിടെയാണ്? ചെവിയുടെ തൊട്ടുമേൽ, അതാണ് ടെമ്പറൽ ലോബിൽ. പിന്നെ നമുക്കറിയാം ഈ പറയുന്ന ഇവർക്ക് കിട്ടുന്നതെല്ലാം കൊടുക്കുന്നത് പ്രൈമറി ഓഡിറ്ററി ഏരിയ എന്ന് പറയും. ഫ്രോണ്ടൽ ഏരിയയുടെയും ഇതിൻ്റെയും കൂടെ ഇടയ്ക്കുള്ളൊരു ഏരിയയാണ് പ്രൈമറി ഓഡിറ്ററി ഏരിയ. അവിടെയാണ് എന്ത് നടക്കുന്നത്? നമ്മുടെ ലാംഗ്വേജ് റിലേറ്റഡ് കേൾക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത്. അപ്പം മിസ്സിന് ആരോ വരയ്ക്കാൻ പറ്റിയില്ല. ഇത് കണ്ടോ? ടെമ്പറലിൽ നിന്ന്
പോകുന്നതാണ് വെച്ചാൽ ഞാൻ വരയ്ക്കാൻ ശ്രമിച്ചതാണ്, പത്തറ്റിക്കലി ഫെയിൽ ചെയ്തു, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നീലയിൽ നിന്ന് തുടങ്ങി, അതായത് വെർണിക്കിൾസ് ഏരിയയിൽ നിന്ന് ഒരു പ്രൈമറി ഓഡിറ്ററി ഏരിയയിലേക്കാണ് ഇൻഫർമേഷൻസ് പോകുന്നത്. ഓക്കെ, അത് ആരോ വരയ്ക്കാൻ ശ്രമിച്ചതാട്ടോ മിസ്സ്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയാണ്. അപ്പം കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന അങ്ങനെ. ആ ആരോ എന്ന് മിസ് ഉദ്ദേശിച്ചത് ബണ്ടിൽ ഓഫ് നെർവ് ഫൈബേഴ്സ് ആണ്. ഇതാണ് വെർണിക്കൽ ഏരിയയിൽ നിന്ന് കിട്ടുന്ന സാധനത്തിനെ പ്രൈമറി ഓഡിറ്ററി ഏരിയയിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് ഈ നെർവ് ഫൈബേഴ്സാണ്. ആൻഡ് ബ്രോക്കാസ് ഏരിയ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, വർത്തമാനം പറയാൻ സഹായിക്കുന്നത്. അതാണ് ലാംഗ്വേജ് പ്രൊഡക്ഷൻ, മറ്റേത് കേൾക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ഈ എന്താണ് ലെഫ്റ്റ് ഹെമിസ്ഫിയറിക് റീജിയൻ കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ബ്രെയിനിൽ ഒരു പെർട്ടിക്കുലർ ഏരിയ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് ലാംഗ്വേജ് പഠിക്കാൻ. സോ ലാംഗ്വേജ് ഏരിയാസ് ഇൻ ദ സെറിബ്രൽ കോർട്ടെക്സ് ഡെവലപ്സ്. അപ്പം ഇതിൽ പറയുന്നത് ഒരു കുട്ടി വളരുന്നതനുസരിച്ച് സെറിബ്രൽ കോർട്ടെക്സിലെ ലാംഗ്വേജ് ഏരിയയും ഡെവലപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ബ്രോക്കാസ് ഏരിയ, വെർണിക്കിൾസ് ഏരിയ, പ്രൈമറി ഓഡിറ്ററി ഏരിയ. ഓക്കെ, അടുത്തതാണ് സെൻസിറ്റീവ് പീരീഡ്. വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ് സെൻസിറ്റീവ് പീരീഡ്. 2 പീരീഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ചിഞ്ചു മിസ് പഠിപ്പിച്ചോന്ന് മിസ്സിന് അറിയില്ല, ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 2 CD പഠിക്കുമ്പോൾ ഈ 2 കോൺസെപ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് സെൻസിറ്റീവ് പീരീഡ്, വാട്ട് ഈസ് ക്രിട്ടിക്കൽ പീരീഡ്. ഓക്കെ, സെൻസിറ്റീവ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു പെർട്ടിക്കുലർ, അതായത് ഒരു കാര്യം പഠിക്കാനുള്ളൊരു ടൈമുണ്ട്. അപ്പോൾ പഠിക്കാനുള്ള ടൈം എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിന്, നമ്മൾ പറയില്ലേ ഈ ചൂട് എന്ന് വെച്ചാൽ എന്താ പറയുക, കല്ല് ചൂടായിരിക്കുമ്പോൾ അപ്പം ചുട്ടാലേ ഉള്ളൂ ആ ദോശ നന്നായിട്ട് വരുമെന്ന് പറയുന്ന പോലെ തന്നെയാണ് സെൻസിറ്റീവ് പീരീഡ്. നമ്മുടെ ബ്രെയിന് റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു ടൈമുണ്ട്. ആ ടൈമിൽ നമ്മൾ എക്സ്പീരിയൻസ് കൊടുത്തെങ്കിൽ മാത്രമേ ആ ലേണിംഗ് നടക്കത്തുള്ളൂ. മനസ്സിലായി? അതായത് കുട്ടികൾ ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു സെൻസിറ്റീവ് പീരീഡാണ് ആ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ആ ഒരു വയസ്സിലോ അല്ലെങ്കിൽ ആ ഒരു ഏരിയ, ആ സമയം എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ പിള്ളേർക്ക് ഭാഷ പറഞ്ഞു കൊടുത്തെന്ന് വെച്ചാൽ അവരോട് സംസാരിക്കുകയും അവർ കേൾക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ അവരൊരു ലാംഗ്വേജ് പ്രൊഫഷൻസിയിലേക്ക് വരത്തുള്ളൂ. അത് കഴിഞ്ഞും പിള്ളേർ പഠിക്കും, പക്ഷെ അവരെ കൊണ്ട് ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റത്തില്ല. ഇത് പ്രൂവ് ചെയ്യുന്നതാണ് ലാംഗ്വേജിനൊരു സെൻസിറ്റീവ് പീരീഡ് ഉണ്ട്. ആ സമയത്ത് വേണം നമ്മൾ അവരെ അത് പഠിപ്പിക്കാൻ. ഓക്കെ, വേറസ് ക്രിട്ടിക്കൽ പീരീഡ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മളത് പഠിപ്പിച്ചെങ്കിൽ മാത്രമേ അത് വരത്തുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, അത് പിന്നീട് അവർക്ക് തിരിച്ച് പഠിക്കാൻ പറ്റത്തില്ല. അത് ഈ ക്രിട്ടിക്കൽ പീരീഡ് മെയിനായിട്ട് വരുന്നത് നമ്മൾ ഡെവലപ്മെൻറ്റിൽ, നമ്മൾ വയറ്റിൽ കിടന്ന് വളരുമ്പോൾ ഓരോ മാസം ഓരോ ഡെവലപ്മെൻറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല ഞാൻ. എന്നാലും എന്താ പറയുന്നത്, കണ്ണ് വളരുന്ന പ്രായമുണ്ട്, ചെവി വളരുന്ന, അങ്ങനെ ഓരോന്നും വളരുന്ന പ്രായമുണ്ട്. ആ മാസത്തിൽ ആ ഒരു ഓർഗൻ വളർന്നെങ്കിൽ മാത്രമേ അവർക്ക് ആ ഓർഗൻ ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ ആ ഡെവലപ്മെൻറ്റ് കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ അവർക്ക് പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും അത് കിട്ടത്തില്ല. അതാണ് ക്രിട്ടിക്കൽ പീരീഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ സെൻസിറ്റിവിറ്റി ആ സമയത്ത് കിട്ടിയാൽ നല്ലത്, പിന്നെ കിട്ടിയാൽ അത്ര എക്സലൻ്റ് ആവത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ ക്രിട്ടിക്കൽ പീരീഡിൻ്റെ സമയത്ത് കിട്ടേണ്ട സാധനം കിട്ടിയില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും അത് കിട്ടത്തില്ല. രണ്ടും മനസ്സിലായത്. അപ്പം ക്രിട്ടിക്കൽ പീരീഡിന് എക്സാമ്പിൾ ഫീറ്റസ് വിത്തിൻ ദ വൂംബ് എന്ന് ഓർക്കുക. സെൻസിറ്റീവ് പീരീഡിൻ്റെ എക്സാമ്പിൾ ലാംഗ്വേജ്, അതുപോലുള്ള പല സ്കിൽസാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇത് രണ്ടും മനസ്സിലായല്ലോ, സെൻസിറ്റീവ് പീരീഡും ക്രിട്ടിക്കൽ പീരീഡും ഇമ്പോർട്ടൻ്റ് ആട്ടോ. അടുത്തതാണ് അപ്പോൾ ഈ 3 കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നേറ്റിവിസ്റ്റിക് പെർസ്പെക്റ്റീവ് എക്സ്പ്ലെയിൻ ചെയ്തത്. നോം ചോംസ്കിയുടെ ലാഡ്, യൂണിവേഴ്സൽ ഗ്രാമർ, ആനിമൽസിന് ഗ്രാമർ പഠിക്കാൻ പറ്റാറുണ്ട്, ലാറ്ററലൈസേഷൻ ബ്രെയിനിൽ നടക്കുന്നുണ്ട്, മൂന്നാമത്തേതാണ് സെൻസിറ്റീവ് പീരീഡ്. അത് കാണിക്കുന്നത് ഓക്കെ നമ്മുടെ ഉള്ളിൽ ഒരു ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ഇനിയാണ് ലിമിറ്റേഷൻ എന്താ പറയുന്നത്? ഒന്ന്, നോം ചോംസ്കിയുടെ ഈ യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്റ്റ് കോൺസെപ്റ്റാണ്. നമുക്കത് എന്താ പറയുന്നത്, കാണിച്ചു കൊടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ലോകത്തിൽ എല്ലാവർക്കും ഉണ്ടെന്ന് പറയുമ്പോഴും എന്താ പറയുന്നത്, അതിൻ്റെ പെർട്ടിക്കുലർ പ്രൂഫ് ഒന്നും കൊടുക്കാനൊന്നുമില്ല. കംപ്ലീറ്റ് ആയിട്ട് ഓക്കെ ഇംഗ്ലീഷ് ഭാഷയിൽ ഇത്രയും യൂണിഫോമാണ്, മലയാളത്തിൽ അങ്ങനെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. Second one, Chomsky's assumption that grammatical knowledge is innately determined does not fit with certain observations of language development. Once children begin to use an innate grammatical structure, we would expect them to apply it into all relevant instances in their language. എന്ന് പറഞ്ഞാൽ
ഇനേറ്റ്ലി ആണെന്ന് പറയുമ്പോഴും എല്ലാ കാര്യത്തിലും പിള്ളേർക്കത് പഠിക്കാൻ പറ്റുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കൊച്ചിനെ പഠിപ്പിക്കുന്നത് മാത്രമാണ് അവർ പഠിക്കത്തുള്ളൂ. മനസ്സിലായോ? അതായത് നിങ്ങളെ ഇപ്പം നിങ്ങൾക്കൊരു കഴിവുണ്ട്, ഇപ്പോൾ ലാംഗ്വേജ് പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് കിട്ടിയില്ലെങ്കിലും കിട്ടിയാലും നിങ്ങൾ വളർന്നു വന്നോളും. പക്ഷേ നമ്മൾ ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഗ്രമാറ്റിക്കൽ സ്ട്രക്ചേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് വരത്തുള്ളൂ. അപ്പോൾ അതൊരു ക്രിറ്റിസിസമാണ്. അപ്പം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല ഇത് ഇന്നേറ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ബട്ട് ലേറ്റർ എവിഡൻസസ് പ്രൂവ്സ് ദാറ്റ് ചിൽഡ്രൻ റിഫൈൻ ആൻഡ് ജനറലൈസ് മെനി ഗ്രാമാറ്റിക്കൽ ഫോംസ് ഗ്രാജുവലി എൻഗേജിങ്. അപ്പം നമ്മൾ എന്താ പറയുന്നത് ഇതിന് പ്രൂഫ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ നമ്മൾ പിന്നീടാണ്, അതായത് അവരാദ്യമേ തന്നെ ഒരു എക്സലൻ്റ് ആയിട്ട് പഠിക്കുന്നില്ല. ഒരു കൊച്ചും ഉള്ളിലൊരു കഴിവുണ്ടെങ്കിൽ ആ പിള്ളേരെ ആദ്യമേ തന്നെ എക്സലൻ്റ് ആയിട്ട് പഠിക്കണം. പക്ഷേ ഈ തിയറി പ്രകാരം പിള്ളേരെ നമ്മളൊരു കാര്യം പഠിപ്പിക്കുന്നു, പിന്നീട് അവരുടെ അനുഭവത്തിൽ നിന്നാണ് അവർ റിഫൈൻ ചെയ്ത് വരുന്നത്. ഇപ്പം ഞാൻ എന്താ പറയുക കുഞ്ഞു പിള്ളേർ ഒരു വാക്ക് പഠിപ്പിച്ചപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സാമ്പിൾ എന്ന് പറയാൻ പഠിപ്പിക്കും, പിള്ളേർ എക്സാമ്പിൾ എന്നായിരിക്കും പറയണത്. അപ്പം ചോംസ്കി പറയുന്നത് ആദ്യമേ തന്നെ അവർക്കൊരു കഴിവുണ്ടെങ്കിൽ എക്സാമ്പിൾ എന്ന് തന്നെ വരണം. പക്ഷേ കുട്ടികൾ എങ്ങനെയാണ് പറഞ്ഞാണ് ഈ എക്സാമ്പിൾ എന്ന് പറയാൻ അവർ പഠിക്കുന്നത്. ചിലപ്പോൾ ഒരു എക്സാമ്പിൾ എന്നൊക്കെ പറഞ്ഞ് അവരുടെ പിന്നീടാണ് അവർ കറക്ഷൻസ് വരുന്നത്. അതുപോലെ ഗ്രാമറും എക്സാമ്പിളാണ്. അതായത് എന്താണ് പറയുമ്പോൾ തന്നെ കൊച്ചു ഗ്രമാറ്റിക്കലി ഒന്നുമല്ല സംസാരിക്കുന്നത്, പിന്നീടാണ് അവർ കറക്ഷൻ വരുന്നത്. സോ ഇതൊക്കെ ക്രിറ്റിസിസം ആയിട്ടാണ് പറയുന്നത്. ഇത് പ്രൂവ് ചെയ്യുന്നത് എന്താണ്, ഇവർക്ക് ഈ ചോംസ്കി പറയുന്നത് അത്ര കറക്റ്റ് അല്ല എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. അടുത്തത് ചോംസ്കീസ് തിയറി ഓൾസോ ലാക്സ് കോംപ്രിഹെൻസീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക കറക്റ്റായിട്ടുള്ളൊരു അർത്ഥം നമുക്ക് ഇതൊരു ഭയങ്കര വെയ്ഗ് തിയറി ആയിട്ടാണ്. അപ്പോൾ പറയുമ്പോൾ ശരിയാണെന്ന് തോന്നും, പക്ഷേ കുറച്ച് വെയ്ഗാണ്. ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ഹൗ ചിൽഡ്രൻ വേവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ടുഗെദർ ഇൻ ടു കണക്റ്റഡ് ഡിസ്കോഴ്സ്. എന്നുവെച്ചാൽ പിള്ളേർ എങ്ങനെയാണ് ഇത് വാക്കുകൾ കൂട്ടി അർത്ഥമുള്ള ഒരു സെൻറ്റൻസ് ആക്കുന്നതെന്ന് പറയാൻ ഇവരെ കൊണ്ട് പറ്റുന്നില്ല. എന്നുവെച്ചാൽ എക്സാക്റ്റ് ആയിട്ട് എന്താ നടക്കുന്നതെന്ന് പറയാൻ പറ്റുന്നില്ല. എനിക്കറിയാം ഇത് ഇച്ചിരി കൺഫ്യൂസിങ് ആയിരിക്കും. നിങ്ങൾ ഈ സെൻറ്റൻസുകൾ അതുപോലെ വായിക്കുക. എന്താണ് ഒന്നെന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദീസ് അബ്സ്ട്രാക്ട് ഗ്രമാറ്റിക്കൽ, അതായത് വെച്ചാൽ ഒരു കംപ്ലീറ്റ് ഈ ഗ്രമാറ്റിക്കൽ സ്ട്രക്ചർ എവിടെയാണെന്ന് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഇനേറ്റ് ആണ് ലാംഗ്വേജ് എന്ന് പറയുന്നതും ഗ്രമാറ്റിക്കലി, അതായത് പിള്ളേർ പിന്നീട് പഠിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇത് പറയാൻ പറ്റത്തില്ല. മൂന്നാമത്തേത് കോംപ്രിഹെൻസീവ്നെസ് ഇല്ല. നാലാമത്തേത് ചോംസ്കി ഡിഡ് നോട്ട് വെൽ ഇൻ പ്രഗ്മാറ്റിക് സൈഡ് ഓഫ് ദ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രാഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ സൈഡ്, അതിന് ചോംസ്കി ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. ആൻഡ് അതുപോലെ തന്നെ കോഗ്നിറ്റീവ് കേപ്പബിലിറ്റി, അതായത് ഒരു കൊച്ചിന് ഈ പറയുന്ന നമ്മൾ ജനിക്കുമ്പോഴേ കിട്ടുന്നു എന്ന് മാത്രമല്ല അതിൻ്റെ ചിന്താശേഷിയും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെക്കുറിച്ചും ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. സോ കോഗ്നിറ്റീവ് കപ്പാസിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല, പ്രാഗ്മാറ്റിക് സൈഡിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല, കോംപ്രിഹെൻസീവ്നെസ് ഇല്ല ഈ തിയറിക്ക്. ഗ്രമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഗ്രമാറ്റിക്കൽ സ്ട്രക്ചർ എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഇനേറ്റ് ആണെങ്കിൽ എങ്ങനെ പിള്ളേർ പിന്നീട് ഇമ്പ്രൂവ് ആവുന്നു എന്ന് പറഞ്ഞില്ല. ഓക്കെ, അതാണ് ഏത് തിയറി പറയണത്, നോം ചോംസ്കിയുടെ നേറ്റിവിസ്റ്റിക് പെർസ്പെക്റ്റീവ്. എസ്എ ക്വസ്റ്റ്യൻ ആട്ടോ ഒരു പോർഷൻ. താങ്ക് യു.